നമസ്കാരം. തൻ്റെ സിറ്റിംഗ് സീറ്റായ കൈസർഗഞ്ചിൽ മകൻ കരണിനെ ബി.ജെ.പി. സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതിന് പിന്നാലെ അത്യാഡംബര കാറുകളും പ്രവർത്തകരും ഒക്കെ അണിനിരന്നു. ഇവരെയൊക്കെ അണിനിരത്തിക്കൊണ്ട് ശക്തിപ്രകടനവുമായി എത്തിയത് ബ്രിജ്ഭൂഷൺ ശരൺ സിംഗ് എന്ന സിറ്റിംഗ് എം.പിയാണ്. വനിതാ ഗുസ്തി താരങ്ങളെ ലൈംഗികമായി പീഡിപ്പിച്ചു എന്ന ആരോപണത്തിൽ ക്രിമിനൽ കേസ് നേരിടുന്ന ഗുസ്തി ഫെഡറേഷൻ മുൻ സാരഥിയായ ബ്രിജ്ഭൂഷൺ ഇയാളെ ഇത്തവണ സ്ഥാനാർത്ഥിയാക്കാതെ പകരം മകനെ സ്ഥാനാർത്ഥിയാക്കിയതാണ് ബി.ജെ.പി. ചെയ്ത ഒരു തന്ത്രം. കരണിൻ്റെ നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിന് മുന്നോടിയായിട്ടാണ് ബ്രിജ്ഭൂഷൺ വൻ റോഡ് ഷോ നടത്തിയത്. 700ഓളം SUV വാഹനങ്ങളും 10,000-ലധികം പ്രവർത്തകരും അണിചേർന്ന ശക്തിപ്രകടനത്തിൽ MLA-മാരും MLC-മാരും മറ്റ് ജനപ്രതിനിധികളും പങ്കെടുത്തു. പരിപാടിയിൽ ഉടനീളം സന്നിഹിതനായിട്ടും ഉപമുഖ്യമന്ത്രി കേശവ് പ്രസാദ് മൗര്യയുടെയോ മകൻ്റെയോ അടുത്തു പോകാതെ പ്രമുഖരെയും മത നേതാക്കളെയും അഭിവാദ്യം ചെയ്യുന്ന തിരക്കിലായിരുന്നു ബ്രിജ്ഭൂഷൺ. മകൻ്റെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനും അദ്ദേഹം പോയില്ല. 5 പേർക്കാണ് അവിടെ പോകാൻ അനുമതിയുള്ളത്. മറ്റുള്ളവർ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ പോകുമ്പോൾ ഞാൻ ഇവിടെ ക്രമീകരണങ്ങൾ നോക്കുകയായിരുന്നു എന്നാണ് ഇത് സംബന്ധിച്ച് ബ്രിജ്ഭൂഷൺ പിന്നീട് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. 6 തവണ MP ആയിട്ടുള്ള ബ്രിജ്ഭൂഷൺ സാങ്കേതികമായി സ്ഥാനാർത്ഥിയല്ലെങ്കിലും മകനിലൂടെ മണ്ഡലം കൈവശം വയ്ക്കാനാണ് ലക്ഷ്യമിടുന്നത്. ബ്രിജ്ഭൂഷണെതിരെ പരാതി നൽകിയ ഗുസ്തി താരങ്ങൾ ഇതിനെതിരെ രംഗത്ത് വന്നിരുന്നു. ബ്രിജ്ഭൂഷണ് സീറ്റ് നൽകുന്നതിനെ ചൊല്ലിയുണ്ടായ അനിശ്ചിതത്വം കൈസർഗഞ്ചിലെ ബി.ജെ.പി. സ്ഥാനാർത്ഥി പ്രഖ്യാപനം നീളാനും കാരണമായി. 5ാം ഘട്ടമായ മെയ് 20-നാണ് റായ്ബറേലിയിലും കൈസർഗഞ്ചിലും അമേഠിയിലുമൊക്കെ വോട്ടെടുപ്പ്. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി ഇന്നലെയായിരുന്നു. കൈസർഗഞ്ച് ഉൾപ്പെടുന്ന മേഖല ബ്രിജ്ഭൂഷൻ്റെ വൻ സ്വാധീന മേഖലയാണ്. ആരോപണങ്ങളുടെ പേരിൽ ബ്രിജ്ഭൂഷണ് സീറ്റ് നിഷേധിച്ചാലും പകരം കുടുംബത്തിൽ നിന്ന് തന്നെ ആരെങ്കിലും എത്തും എന്ന സൂചനകൾ നേരത്തെ ഉണ്ടായിരുന്നു. മകൻ തന്നെ സ്ഥാനാർത്ഥിയായതോടെ ബി.ജെ.പിയിലും മണ്ഡലത്തിലുമുള്ള ബ്രിജ്ഭൂഷൻ്റെ സ്വാധീനമാണ് പ്രകടമായത്. ഗുസ്തി ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ മുൻ അധ്യക്ഷൻ ബ്രിജ്ഭൂഷൺ ശരൺ സിംഗിൻ്റെ മകന് കൈസർഗഞ്ചിൽ ബി.ജെ.പി. സ്ഥാനാർത്ഥിത്വം നൽകിയതിന് പിന്നാലെ ഗുസ്തി താരം സാക്ഷി മാലിക് പ്രതികരണവുമായി രംഗത്ത് വന്നിരുന്നു. രാജ്യത്തിൻ്റെ പെൺമക്കൾ തോറ്റുപോയെന്നും ബ്രിജ്ഭൂഷൺ വിജയിച്ചു എന്നും അവർ സാമൂഹ്യ മാധ്യമമായ എക്സിൽ കുറിച്ചു. കൈസർഗഞ്ചിലെ സിറ്റിംഗ് MP ആയ ബ്രിജ്ഭൂഷണെ മാറ്റിയാണ് അദ്ദേഹത്തിൻ്റെ ഇളയ മകൻ കരൺ ഭൂഷൺ സിംഗിനെ പാർട്ടി സ്ഥാനാർത്ഥിയാക്കിയത്. ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ കായിക ജീവിതം പണയപ്പെടുത്തി ദിവസങ്ങളോളം തെരുവിൽ വെയിലത്തും മഴയത്തും കിടന്നു. എന്നാൽ ഇന്നുവരെ ബ്രിജ്ഭൂഷണെ അറസ്റ്റ് ചെയ്തിട്ടില്ല. ഞങ്ങൾ നീതി മാത്രമാണ് ആവശ്യപ്പെടുന്നത് എന്ന് സാക്ഷി എക്സിലെ കുറിപ്പിൽ പറയുന്നു. ബ്രിജ്ഭൂഷൻ്റെ മകന് സ്ഥാനാർത്ഥിത്വം നൽകുക വഴി രാജ്യത്തെ കോടിക്കണക്കിന് പെൺമക്കളുടെ മനോവീര്യം തകർന്നിരിക്കുകയാണ്. സ്ഥാനാർത്ഥിത്വം പോയിരിക്കുന്നത് അതേ കുടുംബത്തിലേക്ക് തന്നെ. കേന്ദ്ര സർക്കാർ ഒരാൾക്ക് മുന്നിൽ ഇത്രയ്ക്ക് ദുർബലമാകുന്നുമോ എന്നും സാക്ഷി മാലിക് ആരാഞ്ഞു. ഗുസ്തി ഫെഡറേഷൻ അധ്യക്ഷനായിരിക്കെ വനിതാ ഗുസ്തി താരങ്ങളെ ലൈംഗികമായി ചൂഷണം ചെയ്തു എന്ന ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ ബ്രിജ്ഭൂഷണെതിരെ നേരത്തെ വൻ പ്രതിഷേധമാണ് നടന്നത്. സാക്ഷി മാലിക്, ബജറംഗ് പുനിയ, വിനേഷ് ഫോഗട്ട് തുടങ്ങി നിരവധി താരങ്ങൾ ഡൽഹിയിൽ പ്രതിഷേധവുമായി എത്തി.